വെൽക്കം ടു മായാലോകം. 5-ാമത്തെ ദിവസം ഞങ്ങൾ ആദ്യമായി പോയത് ഗോഷവാങ് മൊണാസ്ട്രിയിലേക്കാണ്. ഗോഷ് വില്ലേജിലെ പ്രധാന കാഴ്ചയാണ് ഗോഷവാങ് മൊണാസ്ട്രി. 12-ാം നൂറ്റാണ്ടിലെ ഒരു മധ്യകാല ആശ്രമമാണ് ഇത്. സാധാരണയായി ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അർമേനിയയിലെ മൊണാസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഗോഷ് വില്ലേജിൻ്റെ നടുവിൽ ഗോഷവാങ് അഭിമാനത്തോടെ നിലകൊള്ളുന്നു. 1188 ഭൂകമ്പത്തിൽ തകർന്ന നോർഗറ്റിക് എന്ന പഴയ ആശ്രമത്തിൻ്റെ സ്ഥാനത്താണ് ഇത് നിർമ്മിച്ചത്. അർമേനിയയിലെ പുരോഹിതനും പണ്ഡിതനുമായ മഹിദർ ഘോഷാണ് ഇവിടം സ്ഥാപിച്ചത്. ആശ്രമത്തിന് ആദ്യം ന്യൂ ഗെറ്റിക് എന്നാണ് പേര് വിളിച്ചിരുന്നത്. എന്നാൽ മഹിദർ ഘോഷിൻ്റെ മരണത്തിന് ശേഷം ഗ്രാമത്തിനും ആശ്രമത്തിനും ഘോഷ് എന്ന പേര് നൽകി. അർമേനിയയിലെ ലിഖിത നിയമത്തിൻ്റെ ക്രോഡീകരണം ഉൾപ്പെടെ നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആശ്രമത്തിൽ എത്തുമ്പോൾ പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരു കസേരയിൽ നീതിയുടെ പുസ്തകമായ ഡേറ്റസ്ത നാഗർക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്ന മഹിദർ ഘോഷിൻ്റെ പ്രതിമ കാണാം. ഗോഷവാങ്ങിലെ പ്രധാന ദേവാലയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ പള്ളിയാണ്. എല്ലാ പള്ളിയിലും കാണുന്നത് പോലെ വലിയൊരു ഗ്രാവിറ്റിലൂടെ തന്നെയാണ് നമ്മൾ ഈ പള്ളിയിലേക്കും കയറുന്നത്. പള്ളിയുടേതിനേക്കാൾ ഒരു പടി താഴെയാണ് തറനിരപ്പ്. 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ നിർമ്മിച്ച ഇവിടം ഒരു സെമിനാരി ആയി പ്രവർത്തിച്ചിരുന്നിരിക്കാം എന്ന് കരുതുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ പള്ളിയുടെ അടുത്തായാണ് ഈ ലൈബ്രറി കാണപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ കൈകൊണ്ട് പകർത്തിയുണ്ടാക്കിയ 15,000 പുസ്തകങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ തിമൂറിൻ്റെ സൈന്യം ഇവിടം അഗ്നിക്കിരയാക്കുകയും അവയെല്ലാം കത്തിച്ചു നശിപ്പിക്കുകയും ചെയ്തു. ബുക്കിൻ്റെ ചാരം ബുക്ക് കത്തിച്ചളഞ്ഞത് ബുക്ക് കത്തിച്ചളഞ്ഞതിൻ്റെ ചാരാണ് ഇവിടെ മൊത്തം കറുത്തിരിക്കുന്നത്. എന്തെന്നാ ഗോഷവാങ്ങിലെ ഈ ആശ്രമ സമുച്ചയം ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, മധ്യകാല അർമേനിയയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയായിരുന്നു. ഇവിടെ തത്വശാസ്ത്രം, വൈദ്യശാസ്ത്രം, സംഗീതം എന്നിവ പഠിപ്പിച്ചിരുന്നു.
ഒരു സർവകലാശാല പോലെയായിരുന്നു ഇവിടം പ്രവർത്തിച്ചിരുന്നത്. കുറച്ച് നടന്ന് നീങ്ങിയപ്പോൾ പള്ളിയുടെ പുറംഭിത്തിയിൽ അവിടെയായി കുറച്ച് നിഷസ് കണ്ടു. ഗൈഡ് മെലിൻ അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഈ പ്രദേശത്ത് പലപ്പോഴായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് കാരണം പള്ളിയുടെ ഘടന അതിനനുസരിച്ച് ആണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന്. ഇങ്ങനെയൊരു ഘടന ഉള്ളത് കാരണം ഭൂകമ്പങ്ങൾ ഉണ്ടായാലും വലിയ തോതിൽ തകർച്ചയുണ്ടാകാതെ സഹായിക്കും. ഈ നിഷസ് ഉള്ളതുകൊണ്ട് കൊളാപ്സ് ആവില്ല. മൊണാസ്ട്രിയുടെ ഉള്ളിൽ തന്നെയുള്ള 2 ശവകുടീരങ്ങളാണ്. ഇതിൽ ഒന്ന് ഗോഷാബാങ്കിലെ പൂർവ്വ വിദ്യാർത്ഥിയും പിന്നീട് ന്യൂഗെറ്റിക്കിന്റെ പ്രധാന അധ്യാപകനുമായി മാറിയ കിരാക്കോസ് ഗ്രാൻഡ് സാക്കേറ്റ്സിയുടേതാണ്. ഇത് ഗ്രിഗറി ദ ഇലുമിനേറ്ററിന്റെ പേരിലുള്ള ചർച്ചാണ്. 1241 രാജകുമാരനായ ഗ്രിഗോർ തിക്കയാണ് സെയിന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്ററിന്റെ നാമത്തിൽ ഇവിടം നിർമ്മിച്ചത്. ഗോഷവാങ്കിൽ പണ്ട് കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളിന്റെ അവശിഷ്ടങ്ങളാണ് ഇവ. ഗോഷവാങ്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഉച്ചഭക്ഷണത്തിനായി ദിലീജനിൽ തന്നെയുള്ള ഗെറ്റപ്പ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് എത്തിയത്. നല്ല രസമുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ എരവനിലേക്ക് തിരിച്ചു വന്നു. രാത്രിയിൽ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ പരിസരമാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. റിപ്പബ്ലിക് സ്ക്വയർ എരവൻ്റെ മധ്യഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. 1924 അർമേനിയൻ വാസ്തുശില്പിയായ അലക്സാണ്ടർ തമനിനാണ് ഈ സ്ക്വയർ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ പ്രദേശത്തെ പ്രശസ്തമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് റിപ്പബ്ലിക് ഓഫ് അർമേനിയയുടെ പേരിലുള്ള ഗവൺമെൻറ് ഹൗസ്.
കുറച്ച് അകലെയായി കാണുന്നതാണ് അർമേനിയയുടെ പ്രശസ്തമായ മാരിയറ്റ് ഹോട്ടൽ. അർമേനിയയുടെ ചരിത്രം മുഴുവൻ ഉൾക്കൊള്ളുന്ന നാഷണൽ ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയമാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെയാണ് പ്രശസ്തമായ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉള്ളത്. വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ് ഇത്. എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കിത് കാണാൻ സാധിച്ചില്ല. കാരണം അത് മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് പ്രവർത്തിക്കുന്നത്. റിപ്പബ്ലിക് സ്ക്വയറിലെ മറ്റൊരു ഗവൺമെൻറ് ഹൗസാണിത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഇവിടമാണ്. ഗോപുരത്തിൽ ഒരു ക്ലോക്ക് ഘടിപ്പിച്ചിട്ടുള്ള രാജ്യത്തിലെ പ്രധാന ക്ലോക്ക് ടവറാണിത്. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു വിൻറ്റേജ് കാറിനെ ഒരു സുവേണീർ ഷോപ്പാക്കി മാറ്റിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അർമേനിയയിലെ കലാകാരന്മാരുടെ കരവിരുത് കാണിക്കുന്ന പല സാധനങ്ങളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. മെസ്സി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ആവശ്യം. ഡ്രാഗൺ ചൈനീസ് ഫുഡായിരിക്കും. ഇതിൽ പോവാം നമുക്ക്. ഫാമിലി റെസ്റ്റോറൻറ്റ് ഡ്രാഗൺ ഗാർഡൻ. ഇത് ചൈനീസ് ഫുഡായിട്ടോ. കയറാം നമുക്ക്. ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർ റമദയുടെ അടുത്തെത്തി. റമദയുടെ അടുത്തെത്തി. അമ്മേ പട്ടിക്കുട്ടി. അയ്യോ അവര് വീണോ? Good, good. Yes, yes. Thank you, thank you. എന്തൊരു ഡാർക്ക് സ്ഥലം. ഒരു പട്ടി.
ഇതെല്ലാം ധനുവിന്റെ പട്ടിക്കുട്ടി അതാവും ആ പട്ടിനെ കൊണ്ട് നടക്കുന്നവർ കൂടി എത്തി ഫുഡ് കഴിക്കണ്ടേ അല്ല ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിക്കണം വേറെ വേണോ അതിനപ്പുറത്ത് വേറെ ഇവിടെ എന്താണ് നമ്മുടെ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് രാത്രി ഭക്ഷണം ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിരുന്നത്. പാസ്തയല്ലേ ഇഷ്ടം? ആൽഫ്രെഡോ കഴിച്ചോ? വൈറ്റ് പാസ്ത.